പമ്പിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപകടം നടന്ന ദിവസം വൈകുന്നേരം ആണ് സോന ഈ പെട്രോൾ വാങ്ങിപ്പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ കാറിനുള്ളിൽ ഗർഭിണി തീപിടിച്ച് മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവ് വന്നിരിക്കുവാണ്. നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും കാറിൽ അത് തീ പിടിക്കാനായിട്ട് ചാൻസ് ഇല്ല. കാര്യം കാറിൻ്റെ ബാക്ക് ഭാഗമാണ് നല്ല രീതിയിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രണ്ട് ഭാഗത്ത് വലിയ രീതിയിലില്ലായിരുന്നു. എന്നാൽ 65% ഈ ഭർത്താവ് എന്ന് പറയുന്ന റിജിൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പിന്നിൽ എന്തോ ദുരൂഹത ഉണ്ട് എന്ന് വ്യക്തമായിട്ട് എല്ലാ വാർത്തകളിലും നമ്മുടെ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം ഫോറൻസിക് റിപ്പോർട്ട് വന്നിരിക്കുവാണ്. കാറിനുള്ളിൽ പെട്രോളിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുവാണ്. അത് മാത്രമല്ല, സോനയുടെ CCTV ദൃശ്യങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഒരു പെട്രോളുമായിട്ട് ഒരു ക്യാനിനകത്ത് പിടിച്ച് നടന്നുകൊണ്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ആദ്യം വാർത്തയൊന്ന് കാണാം. കോഴിക്കോട് ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച ആ കേസിൽ വഴിത്തിരിവ്. മരിച്ച സോന പമ്പിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപകടം നടന്ന ദിവസം വൈകുന്നേരം ആണ് സോന ഈ പെട്രോൾ വാങ്ങിപ്പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഒരു ദൃശ്യത്തിനകത്ത് വളരെ വ്യക്തമാണ്. പക്ഷെ ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ, ഈ ഗർഭിണിയാണ്, അതായത് 7 മാസത്തോളം ഗർഭിണിയാണ് ഈ ഒരു പെൺകുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്നും അറിയാതെ ഒരു വയറ്റിൽ കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ സോന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആ നാറി ഈ പെൺകുട്ടിയും കൊണ്ട് ഈ പറയുന്ന പെട്രോൾ വാങ്ങിപ്പിച്ചതായിരിക്കും. എന്തോ സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. കാര്യം ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഈ ഭർത്താവ് അത്ര വെടിപ്പല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഭർത്താവിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മറ്റേതെങ്കിലും പെൺകുട്ടികൾക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നും അറിയത്തില്ല. അപ്പം ഇതെല്ലാം ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നിലവിൽ ഭർത്താവിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് അവൻ ICU കണ്ടാണ് കിടക്കുന്നത്, ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒന്നെങ്കിൽ മേ ബി ഈ ഒരു യുവതി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, എന്തായാലും ഞാൻ അപ്പം ഒരുമിച്ച് അങ്ങ് തീരാം എന്നുള്ളൊരു മൈൻഡിലും ഇത് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോന പെട്രോൾ പമ്പിൽ എത്തുന്നതും പെട്രോൾ പമ്പിലെത്തി പെട്രോൾ വാങ്ങുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. എന്തിനാണ് സോന കാർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ പെട്രോൾ പമ്പിൽ പോയി തന്നെ പെട്രോൾ വാങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ സമയം കാറിനുള്ളിൽ പെട്രോൾ വെറുതെ ഇരിക്കുമ്പോൾ തീ വരത്തില്ല, ഒരിക്കലും പിടിക്കത്തില്ല. അത് എന്തെങ്കിലും രീതിയിൽ അതിനകത്ത് സ്പാർക്കോ കാര്യങ്ങളോ വരാതെ എങ്ങനെയാണ് അത്രയും തീപിടുത്തം ഉണ്ടാകുന്നത്? ഇല്ല, അപ്പം മനഃപൂർവ്വം ഇത് ചെയ്തൊരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടത്. ഈ ഓൾറെഡി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ എന്താ പറയുക, ഇതൊരു കൊലപാതകമാണെന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു സാധനം കറങ്ങി തിരിഞ്ഞ് ഇവിടം വരെ എത്തി. ഇപ്പം വീട്ടുകാർ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനൊരു സംശയം പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു? എല്ലാ കേസും പോലെ ഇതും സാധാരണ തീ പിടിക്കുക എന്നുള്ള രീതിയിൽ ഇത് അണഞ്ഞു പോയേനെ. ദൃശ്യങ്ങളിൽ സോനയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മീൻസ് ആ കുടുംബത്തിൽ വേറെ ആരുമില്ല. സോന പെട്രോൾ വാങ്ങിയതിനു ശേഷം ആ കന്നാസുമായിട്ട് നടന്നു വരുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അപകടം നടന്ന ദിവസം വൈകുന്നേരമാണ് സോന നടന്നു പോകുന്നു. പെട്രോൾ വാങ്ങിയതിനു ശേഷം സോന നടന്നു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ സമയത്ത് സോനയോടൊപ്പം മറ്റാരും ജീവിതം മാക്സിമം വെറുത്തതിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ശരിക്കും ഇത് ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് ആ വ്യക്തിയായിട്ട് ജീവിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ അവിടെ ആ ഒരു ബന്ധം അവസാനിപ്പിക്കുക. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ആ ഒരു ജീവനെയും കൂടെ നശിപ്പിക്കുന്നതിനകത്തോട്ട് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് ഈ ഭർത്താവിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ കഴിവതും ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ഒരിക്കലും അവിടെ കടിച്ച് പിടിച്ച് തൂങ്ങിക്കിടക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആർക്കാണ് നഷ്ടം വന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന സോന എന്ന് പറയുന്ന അവരുടെ അമ്മയൊക്കെ കിടന്ന് കരയുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ മാനസികാവസ്ഥയൊന്നും ആലോചിക്കുക. എന്തായാലും ഞാൻ ഈ ഒരു വിഷയത്തിൽ അവരുടെ വീട്ടുകാരെയും കൂടെ ഞാൻ കുറ്റപ്പെടുത്തുവാണ്. കാര്യം ഇങ്ങനെയുള്ളൊരു വായി നോക്കിയുടെയൊക്കെ കൂടെ എന്തിന് മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു? ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ എന്തിന് സ്റ്റിൽ ഈ പെൺകുട്ടിയെ അവൻ്റെ കൂടെ നിർത്തുന്നു, അല്ലെങ്കിൽ അവൻ്റെ കൂടെ പറഞ്ഞു വിടുന്നു? ഉണ്ടായിരുന്നില്ല. തീപിടിച്ച കാറിനകത്ത് പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. സുനിൽ തോമസ്, ഈ ദൃശ്യങ്ങളും അപകടത്തിന്റെ കാരണവും നമ്മൾ കൂട്ടി വായിച്ചാൽ സോനയാണ് ഈ കാറിൽ പെട്രോൾ കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് സോനയുടെ ഭർത്താവോ മറ്റാരുമോ ഈ പെട്രോൾ പമ്പിൽ ഇല്ല എന്നതും കാണാം. അങ്ങനെയാണെങ്കിൽ സോന ഇത് എന്തിനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? സുനിൽ തോമസ്,
സാധാരണ എന്തിനാ ചെയ്യുന്നത്? ജീവിതം മടുത്തിട്ട് തന്നെ ചെയ്തതാണ്. കാര്യം ഒന്നെങ്കിൽ മരിക്കുവാണെങ്കിൽ ഒരുമിച്ച് പോകാം എന്നുള്ളൊരു സംഭവമായിരിക്കും ഇവിടെ നടന്നത്. ഇത് വ്യക്തമായിട്ട് ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ഈ പറയുന്ന ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മൊഴിയെടുത്തു കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഈ മനഃപൂർവ്വം അവൻ തന്നെ ഇത് ചെയ്യിപ്പിച്ചാണോന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അവൻ മേ ബി ഇങ്ങനെ ചെയ്തതാണെങ്കിൽ അവൻ മേ ബി ഇതിനകത്ത് വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല, നീ ക്യാനകത്ത് ശാല പെട്രോൾ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് എന്താ ഉറപ്പ്? അരുൺകുമാർ, ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മേപ്പൂർ പോലീസ് ഉള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കുക, കാറിന് തീ പിടിച്ചത് ഷോർട്ട് സർക്യൂട്ടിലൂടെയല്ല. ഫോറൻസിക് പരിശോധന കണ്ടെത്തിയതുപോലെ തന്നെ പെട്രോൾ കത്തിയതാണെന്ന നിഗമനത്തിലേക്ക് എത്താം. കാരണം ക്യാനിൻ്റെ ഒരു അടപ്പ് കാറിനുള്ളിൽ നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത് ഈ അപകടമുണ്ടായ വെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ 15-ാം തീയതി വൈകിട്ട് 7:30-ക്കാണ് നടുവണ്ണൂരിലുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് സോന ഒരു സഞ്ചിക്കകത്ത് ക്യാനുമായി നടന്നു വരുന്നു. അവിടെ നിന്ന് പെട്രോൾ ആ ക്യാനിനകത്ത് നിറയെ വാങ്ങുന്നു, തിരിച്ചു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. പോലീസ് ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് വീട്ടുകാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. വീട്ടുകാർ സോന തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സോന ഒറ്റയ്ക്ക് വന്ന് പെട്രോൾ വാങ്ങിയത്? ഇനി ഭർത്താവിന് നിർദ്ദേശപ്രകാരം വാങ്ങിയതാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് വാങ്ങിപ്പോയതാണോ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത്. ഏതായാലും പിൻസീറ്റിലാണ് സോന ഇരുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് പ്രേമിച്ച് കല്യാണം കഴിച്ച രണ്ടുപേരാണ്. എന്നിട്ടാണ് ഈ ഒരു അവസ്ഥ. ഇപ്പം നിലവിൽ മിക്ക കുടുംബങ്ങളിലും നടക്കുന്നൊരു കാര്യമാണ്. പല ന്യൂസുകളും പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒന്ന് ആലോചിക്ക്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ജീവൻ നഷ്ടപ്പെടണമെങ്കിൽ അത് അത്രയ്ക്ക് മാനസികമായിട്ടുള്ള വേദന ഉണ്ടാക്കിയതിൻ്റെ പേരിലായിരിക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, നിങ്ങൾക്കൊരു ബന്ധത്തിനകത്തോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അല്ലാതെ ഇതൊന്നിനും ഒരു പരിഹാരമല്ല. ഈ പെട്രോൾ ക്യാൻ തന്നെ ആയിരിക്കാം ആ കാറിനകത്ത് തീ പിടിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അത് ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. പെട്രോൾ ക്യാനിന് എങ്ങനെ തീ പിടിച്ചു? തീ കൊളുത്തിയതാണോ അല്ലെങ്കിൽ തീ പിടിച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അത് എന്തിനും അങ്ങനെ ചെയ്തു? അത് ആര് ചെയ്തു? കാറിൽ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. സോനയും ഭർത്താവുമാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് ഡ്രൈവിംഗ് സീറ്റിൽ മുന്നിലായിരുന്നു, സോന പുറകിൽ പിൻസീറ്റിലാണ് ഉണ്ടായിരുന്നത്. ഇവന് വേറെ വല്ല ബന്ധമുണ്ടായിട്ട് മനഃപൂർവ്വം ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് നമുക്കും പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ സംബന്ധിച്ച് ഇവന് വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പല രീതിയിലുള്ള കമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു കാർ കത്തി മരണപ്പെട്ടു എന്ന് പറയുന്നൊരു സാധനം ആരും സംശയിക്കത്തില്ലല്ലോ. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി തന്നെ അവർക്കൊരു കള്ളത്തരം ഫീൽ ചെയ്തതിൻ്റെ പേരിലാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം ഈ പറയുന്നത് പോലെ തന്നെ യവൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തതായിരിക്കാം. അങ്ങനെയും ഇതിനകത്ത് ചാൻസസ് ഉണ്ട്. ഇതെങ്ങനെയായിരിക്കും പോലീസ് ഇതിൻ്റെ സത്യം കണ്ടെത്താൻ പോകുന്നത് എനിക്കറിയത്തില്ല. കാര്യം അവൻ്റെ മൊഴിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. ഇനി അവൻ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒളിച്ച് പറഞ്ഞാലോ, ഇനി അവൻ ഏത് രീതിയിലാണോ ഈ ഒരു സാധനം പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. എന്തായാലും കണ്ട് തന്നെ അറിയാം. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പം ഭയങ്കര ഞെട്ടലാണ്. കാര്യം ഈ അടുത്തെങ്ങും ഈ വർഷം ഇത്രയും ക്രൂരമായിട്ട് ഇങ്ങനെയുള്ളൊരു മരണത്തെ പറ്റിയിട്ടെങ്കിലും നമ്മൾ കേട്ടില്ല. ഇത് ഭയങ്കരമായിട്ട് ഒരു ജീവൻ വരെ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സീറ്റിൽ നിന്നാണ് തീ പിടിച്ചത്. ഈ തീ കൊളുത്തിയതാണോ അല്ലെങ്കിൽ തീ തനിയെ പിടിച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിന് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യത്തിനും കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഏതായാലും സോനയുടെ കുടുംബം ദുരൂഹത ഈ തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ട്. വലിയ സ്ഫോടന ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 7:30 മണിക്ക് ശേഷമാണ് പുറത്തേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോനയുടെ ഭർത്താവ് വന്ന് സോനയെ ബന്ധുവീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഇവരുടെ ഫോണുകൾ പരിശോധിക്കുക, ഫോണുകളിലെ ചാറ്റുകൾ നോക്കുക. അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ 7 മണിക്ക് ശേഷമാണ് പുറത്തോട്ട് പോകാൻ തീരുമാനിച്ചതെന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, അവൻ മദ്യം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവരുടെ വീട്ടുകാരൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവനും ഇതിനകത്ത് അവൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഈ പെൺകുട്ടി നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടും മുഖത്തൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ ടെൻഷൻ അടിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പോകണമെന്ന് പറഞ്ഞാണ് പോയതെന്ന് പറയുന്നുണ്ട്. രാത്രി 9 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്. ഏതായാലും മേപ്പൂർ പോലീസ് വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകളും സൈബർ തെളിവുകളും പോലീസ് ശേഖരിക്കുകയാണ്. ഭർത്താവ് തീവ്ര പരിചരണ വിഭാഗത്തിൽ പൊള്ളലേറ്റ് കിടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇനിയും ഇതിൽ ചുരുളഴിയാനുള്ള കുറേ ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. ഓക്കെ, എന്തിനാണ് സോന പെട്രോൾ ഒരു കന്നാസിൽ കരുതി പോയത്? അത് സോന തന്നെയാണോ വാങ്ങിയത്? സോനയുടെ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് സോന പോയി പമ്പിൽ പോയി വാങ്ങിയതാണോ? ഇത്തരം കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം ഇവൻ പറഞ്ഞിട്ട് പോയി വാങ്ങിയതാണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് കൊണ്ട് വാങ്ങുമല്ലേ. അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് നാളൊരു കാലത്തൊരു ആത്മഹത്യ എന്ന് പറയുന്നൊരു സാധനത്തിനകത്തോട്ട് കൊണ്ടുവന്ന് ഇടാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ എല്ലാം അടുത്ത് ആ പെൺകുട്ടി തന്നെ സ്വന്തമായിട്ട് ചെയ്തതായിരിക്കാം.
എന്തായാലും ഇതിൻ്റെ സത്യങ്ങൾ പുറത്ത് വരട്ടെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ആരാണോ എന്തോ ഈ ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടിച്ചതാണ് അങ്ങനെയൊക്കെ ഒരു സാധനം കൊണ്ടുവന്നത്. എന്തായാലും അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഫോറൻസിക്കും ഈ പറയുന്ന കാറിൻ്റെ ടെക്നീഷ്യൻസും അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവമല്ല, കാറിന് യാതൊരുവിധ കുഴപ്പവും ഇല്ലായിരുന്നു എന്ന്. പിന്നെ ഇങ്ങനെ സംഭവിക്കാനാണ്? അപ്പോൾ എന്തായാലും ഇത്രയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.